നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് തുണിക്കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയ 12കാരന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. കുട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. തെരുവുനായെ പേടിച്ച് ഒരു ഗ്രാമം. പാലക്കാട് കുമരനല്ലൂരിൽ പുറത്തിറങ്ങാൻ മടിച്ച നാട്ടുകാർ. കൂട്ടമായി എത്തുന്ന നായ്ക്കൾ ജനത്തെ ആക്രമിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ച് പുതിയ മേൽനോട്ട സമിതി. സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം. സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേരും. സംസ്ഥാനത്ത് ഇന്നും ലഹരിവേട്ട. മലയൻകീഴിൽ നിന്ന് 45 ഗ്രാം MDMA പിടിച്ചു. കൊല്ലം കുലശേഖരപുരത്തും MDMAയുമായി 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ലഹരി പരിശോധന ശക്തമാണ്. വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇന്നും മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചു. തിരുവനന്തപുരം മലയൻകീഴിൽ നിന്ന് നിരവധി കേസുകളിലെ പ്രതി 45 ഗ്രാം MDMAയുമായി പിടിയിലായി. കാപ്പ കേസിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായ അർജുൻ. തിരുവനന്തപുരത്ത് മയക്കുമരുന്ന് പിടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ലഹരി സംഘത്തിലെ മുഖ്യ കണ്ണി കണ്ണൂർ സ്വദേശി അഷ്കറാണ് ബംഗളൂരുവിൽ പിടിയിലായത്. കൊല്ലം കുലശേഖരപുരത്തും MDMAയുമായി 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. അർച്ചന്ത്, നാഥ്, ഹാഫിസ് എന്നിവരാണ് പിടിയിലായത്. കൊല്ലത്ത് മയക്കുമരുന്നുമായി പിടിയിലായ യുവതി പോലീസിന്റെ നോട്ടപ്പുള്ളി. ഇന്നലെ നീണ്ടകരയിൽ നിന്ന് ഇവരെ പിടികൂടുമ്പോൾ 50 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. പിന്നീട് നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ 40 ഗ്രാം MDMAയും കണ്ടെടുത്തു. കർണാടക രജിസ്ട്രേഷൻ കാറിൽ കൊല്ലത്തേക്ക് മയക്കുമരുന്നുമായി എത്തിയപ്പോഴാണ് പെരിനാട് ഇടവട്ടം സ്വദേശി അനില രവീന്ദ്രൻ പോലീസ് വലയിലാകുന്നത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ മുതൽ നഗരത്തിൽ പരിശോധന ശക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനെത്തിച്ച മയക്കുമരുന്നുമായി അനില എത്തിയത്. നീണ്ടകര പാലത്തിന് സമീപം വെച്ച പോലീസ് വാഹനത്തിന് കൈകാട്ടി. എന്നാൽ നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്തുടർന്ന പോലീസ് അനിലയെ പിടികൂടി. പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് 50 ഗ്രാം MDMA പിടിച്ചു. പാക്കറ്റുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച 40 ഗ്രാം MDMA കൂടി കണ്ടെടുത്തത്. പ്രതി അനില രവീന്ദ്രൻ മുൻപും മയക്കുമരുന്ന് കേസിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഇവരെ ദീർഘനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറയുന്നു. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊല്ലം. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച പുളിവെട്ടിക്കാവ് ക്ഷേത്രത്തിൽ ദേശങ്ങൾ തമ്മിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കുടുംബക്ഷേത്രത്തിലെ താലപ്പൊലിക്കിടെ ചീട്ടുകളി സംഘങ്ങൾ തമ്മിൽ തർക്കം തുടങ്ങിയത്. ഇത് സംഘർഷമായി മാറി. കോടശ്ശേരിയും ചെമ്പ്രശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം. പെപ്പർ സ്പ്രേയും എയർഗണ്ണും അടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതിനിടെയാണ് വെടിയുതിർത്തത്. ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്മാന് കഴുത്തിന് വെടിയേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിലും നിരവധി പേർക്ക് പരിക്കുണ്ട്. 3 സ്വകാര്യ ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമായി 20ഓളം പേർ ചികിത്സയിലുണ്ട്. ആർക്കും സാരമായി പരിക്കില്ല. സംഭവത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് തുണിക്കടയിൽ വസ്ത്രം മാറിയെടുക്കാനെത്തിയ 12കാരന് നേരെ ജീവനക്കാരന്റെ ആക്രമണം. ആക്രമിച്ച ജീവനക്കാരൻ അശ്വന്ത് പോലീസിന് പിടിയിലായി. മർദ്ദനമേറ്റ കുട്ടി കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വേമ്പനാട്ട് കായലിന്റെ കുറുകെ പണി പൂർത്തിയാകുന്ന പെരുമ്പളം പാലത്തിന് പ്രദേശവാസികളുടെ ജീവന്റെ വിലയുണ്ട്. ജലഗതാഗതത്തിലൂടെ മാത്രം പുറം ലോകത്തേക്ക് എത്താൻ കഴിയുമായിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ദുരിതയാത്രയാണ് പാലം പണി പൂർത്തിയാകുന്നതോടെ അവസാനിക്കുക. പെരുമ്പളം ഗ്രാമദ്വീപിനെ അരൂക്കുറ്റി പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന പാലം 100 കോടി രൂപ ചെലവഴിച്ചാണ് സർക്കാർ നിർമ്മിക്കുന്നത്.
പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല അഭിലാഷമായ പാലമാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. 1115 മീറ്ററാണ് നീളം. പാലത്തിന്റെ അന്തിമഘട്ട ജോലികളും അപ്രോച്ച് റോഡും ഏറെക്കുറെ പൂർത്തിയായി. സംസ്ഥാനത്തെ തന്നെ കായലിലൂടെയുള്ള ഏറ്റവും നീളമേറിയ പാലമാകും പെരുമ്പളം പാലം. 1.5 മീറ്റർ നടപ്പാത ഉൾപ്പെടെ 11 മീറ്ററാണ് വീതി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെയാണ് കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചത്. അടിയന്തര രോഗ സാഹചര്യങ്ങളിൽ പോലും മണിക്കൂറുകൾ ബോട്ടിലോ ജങ്കാറിലോ സഞ്ചരിച്ചു വേണം പെരുമ്പളംകാർക്ക് ഒരു ആശുപത്രിയിലെത്താൻ. കായലിന്റെ ഓളങ്ങളിൽ പൊലിഞ്ഞ ജീവനുകൾ എണ്ണമറ്റതാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ വിലയുള്ള പാലമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഒരുപാട് ആശ്വാസം കിട്ടും. വളരെയേറെ ഉപകാരമാണ്. ഒരു ആശുപത്രി കേസ് വന്നാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. എൻ്റെ അമ്മക്ക് തുകയെല്ലാം ഇപ്പോൾ പെരുമ്പളം ആശുപത്രിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അത് ബോട്ടിന് കയറി ഇക്കര വന്ന് അരുക്കുറ്റപ്പോൾ മരിച്ച്. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അവിടെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇത് വന്നാൽ അതിനൊരു അറുതിയായി. ജീവന്റെ വിലയുണ്ട്. ഉണ്ട്. ജീവന് ഭയങ്കര വിലയാണ് പെരുമ്പളത്ത്. അതല്ലെങ്കിൽ ഈ ദ്വീപിൽ നിന്ന് എങ്ങനെ ഒരിടത്തേക്ക് പോയി രക്ഷപ്പെടും. ഇപ്പം ഇത് വന്നതുകൊണ്ട് വളരെ ആശ്വാസമാണ് ആൾക്കാർക്ക്. ഒരു സമയം കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് കൂടിയാണ് വിരാമമാകുന്നത്. ജങ്കാറിനാണ് ഇപ്പോൾ പോന്നിട്ടിരിക്കുന്നത്. പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്. ഇപ്പോൾ അവിടെ ഒരു ആഘോഷ പരിപാടി തന്നെ പങ്കെടുക്കാൻ നമുക്ക് പറ്റില്ല. ഉത്സവങ്ങളായാൽ തന്നെ 9 മണി വരെ ജങ്കാറുള്ളൂ. ജങ്കാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോരാൻ പറ്റില്ല. പാലമാണെങ്കിൽ നമുക്ക് ഉത്സവാഘോഷങ്ങളും അവിടെയും നല്ല ഡെവലപ്പാവും. ഇങ്ങോട്ടും ആൾക്കാർ വരും, ടൂറിസ്റ്റുകാരൊക്കെ വരും, നല്ല ഇതായിരിക്കും. 2016-17 വർഷത്തെ സംസ്ഥാന ബജറ്റിലെ പദ്ധതിയുടെ ഭാഗമായി 4.86 കോടി രൂപ തന്നെ സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി വന്നിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. വടുതല ജെട്ടി ഭാഗത്തു നിന്ന് തുടങ്ങുന്ന പാലം അവസാനിക്കുന്നത് പെരുമ്പളത്തെ പെരിഞ്ചിറക്കരയിലാണ്. തെരുവിളക്കുകൾ സ്ഥാപിക്കൽ, പെയിന്റിംഗ് ജോലികൾ എന്നിവ പൂർത്തീകരിക്കാനുണ്ട്. വില്ല് സ്ട്രിംഗ് ആർച്ച് പാലമായ പെരുമ്പളം പാലം വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന അതിമനോഹരമായ ഒരു സ്പോട്ടായി ഇപ്പോഴേ തന്നെ മാറിയിട്ടുണ്ട്. പെരുമ്പളം പാലം പൂർത്തിയാകുമ്പോൾ ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിന്ന് ഒരു ജനത മോചിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ടൂറിസം രംഗത്തുകൂടി വലിയ സാധ്യതകളാണ് ഈ നിർമ്മാണം നൽകുന്നത്. പെരുമ്പളത്തു നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കി ചെമ്പകപ്പാറയിലെ നടപ്പാലം അപകടത്തിലായിട്ട് കാലമേറെയായി. കൈവരിയില്ലാത്തതിനാൽ ഏത് സമയവും അപകടം സംഭവിക്കാം എന്ന നിലയിലാണ്. പ്രളയകാലത്താണ് പാലം തകർന്നത്. വാത്തിക്കുടി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്നതാണ് പാലം. ചിന്നാറിന് കുറുകെയാണ് നടപ്പാലം. കൈവരിയില്ലാത്തതിനാൽ ഏത് സമയവും അപകടം സംഭവിക്കാം. ജീവൻ പണയം വെച്ച് വേണം യാത്രയെന്ന് നാട്ടുകാർ. എൻ്റെ കൊച്ചുമകനും എല്ലാം ഈ കൊന്നത്തടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ വാത്തിക്കുടി പഞ്ചായത്തിലാണ് ഞങ്ങൾ സ്കൂള്. അപ്പോൾ അവിടുന്ന് വീട്ടിൽ ഇരുന്ന ഉറപ്പല്ല ഈ കുഞ്ഞുങ്ങളെ വിട്ടേച്ച്. അതുകൊണ്ട് ഇവിടെ ഇതിന് കൈവരി വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനൊരു അന്വേഷണമോ കാര്യങ്ങളോ വന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചതാണ് പാലം. ആദ്യം കൈവരി ഉണ്ടായെങ്കിലും പ്രളയത്തിൽ ഒലിച്ചുപോയി. വാത്തിക്കുടി, കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് പാലം പുനർനിർമ്മിക്കുമെന്ന വാക്കും പാഴായി. നാളിതുവരെയായിട്ടും ജനപ്രതിനിധികൾ പലരും ഈ പാലത്തിന്റെ കൈവരിക്ക് പൈസ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കൊന്നത്തടി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള മെമ്പർമാർ നാളിതുവരെയായിട്ടും ഈ പാലത്തിന്റെ കൈവരിക്ക് വേണ്ടി 1 രൂപ പഞ്ചായത്തുകൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് അനുവദിച്ചിട്ടില്ല എന്നാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ഈ പാലത്തിലൂടെ നടന്നു പോകുന്നത്. മഴക്കാലത്ത് ചിന്നാർപ്പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഭീതിയോടെ വേണം യാത്ര ചെയ്യാൻ. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള അടിയന്തര ഇടപെടലാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉപ്പുതോട് ഉദയ സിറ്റി റോഡ് നന്നാക്കാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ദുരവസ്ഥ അധികൃതരെ അറിയിച്ചിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വാത്തിക്കുടി പഞ്ചായത്തിലെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ഉപ്പുതോട് മാക്കുമുക്ക് റോഡ്. വർഷങ്ങൾ പലത് കഴിഞ്ഞു റോഡ് തകർന്നിട്ട്. നിരവധി തവണ നാട്ടുകാർ ജനപ്രതിനിധികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂള് ഇങ്ങനെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഈ പ്രദേശത്തെ ആളുകൾ, അതുകൂടാതെ ഉപ്പുതോട് യൂണിയൻ ബാങ്ക്, ആയുർവേദ ആശുപത്രി, മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ്,
16 കണ്ടം ഗവൺമെന്റ് HS ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് അതുപോലെ പോകുന്ന ആളുകൾ ഈ റോഡ് ശരിയാകാത്തതിന്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ പ്രളയ പുനർനിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. പക്ഷേ ഈ തുക ടെൻഡർ ചെയ്തെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ടില്ല. കരാറുകാരും ടെൻഡർ സ്വീകരിക്കാൻ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധിയെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ഷാജി പറയുന്നു. റോഡിന്റെ പൊളിഞ്ഞ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഇതിലെ ജനങ്ങൾക്ക് നടന്ന് ഇറങ്ങി പോകാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫ്ലഡിന്റെ പദ്ധതിപ്പെടുത്തി ഫ്ലഡിന്റെ വർക്കിൽപ്പെടുത്തി ഒരു 10 ലക്ഷം രൂപ ഈ റോഡിന് അനുവദിച്ചിരുന്നതാണ്. പക്ഷേ ഫ്ലഡിന്റെ വർക്കായതുകൊണ്ടും മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് കൊണ്ടുമൊക്കെ ഒരു കോൺട്രാക്ടർമാരും ഇതിന്റെ ടെൻഡർ എടുക്കാൻ തയ്യാറായില്ല. 2 പ്രാവശ്യം ടെൻഡർ ഇട്ട് ഇപ്പോൾ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്. പൈസ ബില്ല് സമയത്ത് മാറിക്കിട്ടുന്നില്ല എന്നൊരു കാര്യമാണ് അവർ ഇതിനൊരു കാരണമായിട്ട് പറയുന്നത്. ഇതോടെ നാട്ടുകാർ ചേർന്ന് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വിളിച്ചാൽ ഒരു ഓട്ടോറിക്ഷ ഇതുവഴി വരാറില്ല. റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇടുക്കിയിലെ അടിമാലി ഗ്രാമപഞ്ചായത്ത്. മാർച്ച് 30-നകം പഞ്ചായത്തിനെ സീറോ വേസ്റ്റ് പഞ്ചായത്താക്കി മാറ്റാനുള്ള അവസാന ഘട്ടത്തിലാണ് പഞ്ചായത്ത് അധികൃതർ. തിരക്കേറിയ അടിമാലി ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായിരുന്നു. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ ഒടുവിൽ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയതോടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകർന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായി നിയന്ത്രിക്കാനായി. ഓടകളിലും കൈത്തോടുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യലാണ് ഇനിയും ബാക്കിയുള്ളത്. അവ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. ഇതോടെ മാർച്ച് 31-നുള്ളിൽ സീറോ വേസ്റ്റ് പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കാനാകുമെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ പറയുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിലും വിവിധ തെരുവുകളും സ്ഥാപനങ്ങളും എല്ലാം ക്ലീൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വന്നു. ഏകദേശം എല്ലാം 100% പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിമാലി ടൗണിലെ വിവിധ ഭാഗങ്ങൾ റോഡിന് ഇരുവശവുമുള്ള വേസ്റ്റുകൾ മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഇടപെട്ട് എത്ര നീക്കിയാലും ആരുടെയെങ്കിലുമൊക്കെ അശ്രദ്ധ മൂലം വീണ്ടും ടൗണിൽ മാലിന്യങ്ങൾ നിറയും. ടൗണിലെ ഓടകൾ പലതും മാലിന്യം നിറഞ്ഞ സ്ഥിതിയാണ്. മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം ഓടകളിൽ നിന്നും ഉയരുന്ന ദുർഗന്ധം സഹിച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ആ പതിവ് ഇനി ആവർത്തിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തിയാൽ കർശന ശിക്ഷാ നടപടികൾ ഉണ്ടാവുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് 18 അടിമാലി. പാലക്കാട് കപ്പൂരിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നത് നാട്ടുകാരെ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിക്കുന്നത്. ആശുപത്രി മാലിന്യം ഉൾപ്പെടെയാണ് തള്ളുന്നത്. മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ. കപ്പൂർ മണ്ണുംകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തോട് ചേർന്ന പറമ്പിലാണ് മാലിന്യക്കൂന. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത്. ആശുപത്രി മാലിന്യവും ഹോട്ടൽ മാലിന്യവും ഒക്കെ കൂട്ടത്തിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പഴകിയ മാംസം ഉൾപ്പെടെ ചാക്ക് കണക്കിന് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പുറത്തുനിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള അറിഞ്ഞ് അങ്ങനെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതായത് നമ്മളെ കപ്പൂർ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലത്തുനിന്നല്ല ഈ സാധനം കൊണ്ടുവന്നത്. കപ്പൂർ പഞ്ചായത്ത് ഇത് അറിഞ്ഞിട്ടേ ഇല്ല. ഇത് വട്ടംകുളം പഞ്ചായത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ആസ്പത്രി മാലിന്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. മഴ പെയ്താൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തും. സമീപത്തെ വീടുകളിൽ ഈച്ചശല്യവും കൂടിയിട്ടുണ്ടെന്നും പരാതി. ആശുപത്രി മാലിന്യങ്ങൾ ഇതും കാട്ടി കച്ചറയായിട്ടത്ര ഇവിടെ കിടന്നിരുന്നു. ഇപ്പോൾ അവിടെ അയൽവാസികൾ പറയുന്നുണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അതിൽ വലിയ മണീച്ച പോലത്തെ വലിയ ഈച്ചകളുണ്ടല്ലോ, അത് ഇപ്പോൾ വന്നിരിക്കുകയാണ്, കുട്ടികൾക്ക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. നാട്ടുകാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അധികൃതരും പറയുന്നു. സംഭവത്തിൽ സ്ഥാപന ഉടമയ്ക്ക് 10,000 രൂപ പിഴയും മാലിന്യം നീക്കം ചെയ്യാനും നോട്ടീസ് നൽകി. മാലിന്യം പൂർണ്ണമായി മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ആളുടെ മൃതദേഹം വേസ്റ്റ് കുഴിയിൽ കുഴിച്ചിട്ട നിലയിൽ. ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റേതാണ് മൃതദേഹമെന്ന് പോലീസ് അറിയിച്ചു. വിദഗ്ധ സംഘം ഉടൻ മാൻഹോളിൽ ഇറങ്ങി മൃതദേഹം പുറത്തെടുക്കും. വിവരങ്ങളുമായി PA സാഗർ ചേരുന്നു. സാഗർ, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇയാളുടെ മൃതദേഹം
ഏത് നിമിഷമാണ് കണ്ടെത്തിയത്? 3 ദിവസം മുമ്പാണ് തൊടുപുഴ സ്വദേശിയായ ബിജു ജോസഫിനെ ഇവിടെ നിന്നും കാണാതാവുന്നത്. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. തൊടുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഈ ബിജുവിന്റെ ഒരു ബിസിനസ് പങ്കാളിയായ ഒരാളുടെ ഗോഡൌണിൽ നിന്നും ഒരു കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരു പ്രതിയെ പോലീസ് പിടികൂടി. ഇയാളുടെ മൊഴി അനുസരിച്ചാണ് ഈ കാണാതായ ബിജു ജോസഫിനെ ഈ ഗോഡൌണിൽ തന്നെ കൊന്ന് കൊഴിച്ചുമൂടിയെന്ന പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് ഈ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയായ ഒരു ദേവമാത കാറ്ററിംഗ് സർവീസ് സെന്റർ നടത്തുന്ന ജോമോനെ പോലീസ് പിടികൂടി. ഇയാളെ കൂടാതെ ഈ ജോമോനെ കൂടാതെ മറ്റൊരു കൊട്ടേഷൻ സംഘാംഗത്തെയും പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ഇന്ന് രാവിലെയോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ 3 പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. തുടർന്നാണ് ഈ ഗോഡൌണിന് ഉള്ളിൽ പോലീസ് പരിശോധന തുടങ്ങിയത്. ഗോഡൌണിന് ഉള്ളിലെ മാൻഹോളിനുള്ളിൽ ഈ ബിജു ജോസഫിനെ കൊന്നു കുഴിച്ചുമൂടിയെന്നാണ് പ്രതികൾ പോലീസിനോട് പ്രതിയെന്ന് കരുതുന്ന ഇവർ പോലീസിന് മൊഴി നൽകിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ മാൻഹോളിന് ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുവാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 10 അടിയോളമുള്ള ഒരു മാൻഹോളാണ്. ഇതിൽ ഇറങ്ങണമെങ്കിൽ അതിവിദഗ്ധരായ ആളുകൾ വേണം. ആ ഫയർഫോഴ്സിൽ ഉൾപ്പെടെയുള്ള അതിവിദഗ്ധരുടെ സേവനം പോലീസ് തേടിയിട്ടുണ്ട്. ഇവർ ഉടൻ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തും. മൃതദേഹം കണ്ടതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം. മൃതദേഹം സ്ഥലത്ത് ഉണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ ഇറങ്ങി മൃതദേഹം എടുക്കുക എന്നതാണ് അടുത്ത ഘട്ടമായി നടക്കുവാൻ പോകുന്നത്. ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇവർ തമ്മിലുള്ള ഈ കൊല്ലപ്പെട്ട ബിജുവും ബിസിനസ് പങ്കാളിയായ ജോമോനും തമ്മിലുള്ള സാമ്പത്തികമായ തർക്കം മൂലമാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പോലീസ് നൽകുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരെത്തിയിട്ടുണ്ട്. 3 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരുടെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ ഈ ഗോഡൌണിന് ഉള്ളിൽ പരിശോധന നടത്തുന്നത്. SPA സാഗറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ വ്യവസായിയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലായിരുന്നു ഗോഡൌണിൽ. ആ ഗോഡൌണിലെ ഒരു വേസ്റ്റ് കുഴിയിലാണ് ഇപ്പോൾ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ മാൻഹോളിലേക്ക് ഇറങ്ങി മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കി മാങ്കുളത്ത് ക്ഷീരവികസന വകുപ്പിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. മൊബൈൽ ക്വാളിറ്റി കൺട്രോൾ ലാബ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാരമായി പരിക്കേറ്റു. മുല്ലപ്പെരിയാർ പുതിയ മേൽനോട്ട സമിതി ഡാം സന്ദർശിച്ചു. സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് പരിശോധനയ്ക്കെത്തിയത്. കേരള തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവിലെ ഗവേഷണ ഉദ്യോഗസ്ഥരും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുമാണ് മറ്റംഗങ്ങൾ. തെക്കടിയിൽ എത്തിയ സംഘം ബോട്ട് മാർഗമാണ് അണക്കെട്ടിലേക്ക് പോയത്. സംഘം സ്ഥിതിഗതികൾ വിലയിരുത്താൻ യോഗം ചേരും. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സർഗാത്മകമാക്കി എറണാകുളം മരട് നഗരസഭ. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് മനോഹരമായ ബോധവൽക്കരണ ഇല്ലുസ്ട്രേഷനുകളാണ് തീർത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിന്റെയും പുനരുപയോഗ സാധ്യമല്ലാത്ത വസ്തുക്കളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള ബോധവൽക്കരണം ലക്ഷ്യമിട്ടാണ് തീമാറ്റിക് സ്റ്റീൽ എന്ന ആശയത്തിലേക്ക് മരട് നഗരസഭ എത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ആപത്തുകളെക്കുറിച്ച് കാഴ്ചക്കാരെ ബോധവൽക്കരിക്കുന്നവയാണ് ഈ നിർമ്മിതികൾ. പ്ലാസ്റ്റിക്കിന്റെ ക്രമാതീതമായ ഉപയോഗം ഭാവിയിൽ ശുദ്ധജലത്തിൽ പോലും പ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടു തുടങ്ങുമെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നു. പൈപ്പിൽ നിന്നും വെള്ളത്തിന് പകരം പ്ലാസ്റ്റിക് ഒഴുകുന്ന വേറിട്ട ആശയം. വഴിയോരത്തു നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിർമ്മിച്ച വഞ്ചിയും വേറിട്ട കാഴ്ചയാണ്. നഗരസഭയിലെ കണ്ടിജന്റ് ജീവനക്കാരാണ് ഇല്ലസ്ട്രേഷനുകൾ നിർമ്മിച്ചത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ഒന്ന്, നമ്മുടെ ഇന്നത്തെ വരാൻ പോകുന്ന നമ്മുടെ ഈ ഭാവിയെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന നമ്മുടെ പുഴകളും അതുപോലെ ജലാശയങ്ങളും എല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് നിറയുമ്പോൾ നാളുകളിലേക്ക് നമ്മൾ കുടിക്കുവാൻ ആശ്രയിക്കുന്ന പുഴയിലൂടെ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം, ആ മാലിന്യം നമ്മുടെ ടാപ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഈ കുടിക്കുന്ന വെള്ളം
അല്ലെങ്കിൽ നമ്മുടെ കുടിക്കാൻ എടുക്കുന്ന വെള്ളപാത്രങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ആകും നാളുകളിൽ ഉണ്ടാകുന്നത് എന്നാണ് അവരുടെ ആശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരിൽ നിന്നും പിഴയും ഈടാക്കുന്നുണ്ട്. മാലിന്യം നിക്ഷേപിച്ചവരെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് സമ്മാനവുമുണ്ട്. അത് ഈ വരാൻ പോകുന്ന നമ്മുടെ ആളുകൾക്ക് ഒരു ബോധവൽക്കരണം. കാരണം നിലവിൽ നിയമം കൊണ്ട് തന്നെ ഒത്തിരിയേറെ കർശനമാക്കിയിട്ടുണ്ട്. കാരണം പുഴയിൽ ജലാശയങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ പിഴ ഇന്ന് നിലവിൽ ഈടാക്കുന്നുണ്ട്. പക്ഷേ ഇത്രമാത്രം പിഴകൾ ഈടാക്കിയിട്ടും ഇത്രമാത്രം സൗകര്യങ്ങൾ ആളുകൾക്ക് കൊടുത്തിട്ടും ഇത് കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള ബോധവൽക്കരണം നഗരസഭ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിരവധി പദ്ധതികൾ നഗരസഭ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുഴകളെയും ജലസ്രോതസ്സുകളെയും കടലിനെയും സംരക്ഷിക്കുക, അതുവഴി വരും തലമുറയെ സുരക്ഷിതരാക്കുക. ഈ ദൗത്യത്തിനോടൊപ്പം കൈകോർക്കുകയാണ് മരട് നഗരസഭ. ന്യൂസ് 18 കൊച്ചി. തെരുവുനായ പേടിയിലാണ് പാലക്കാട് കുമരനെല്ലൂർ മേഖല. കൂട്ടമായി എത്തുന്ന നായ്ക്കൾ പലപ്പോഴും ആക്രമകാരികളാകുന്നുണ്ട്. ഇതോടെ ജനം വലിയ ഭീതിയിലാണ്. കപ്പൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ്ക്കൾ വിലസുകയാണ്. നായ്ക്കളെ പേടിച്ച് പുറത്തിറങ്ങാൻ മടിക്കുകയാണ് നാട്ടുകാർ. പലപ്പോഴും കുട്ടികളടക്കം ആക്രമണത്തിനിരയായി. റോഡിനോട് കുറ്റിക്കാട് നിറഞ്ഞ ഇടങ്ങളിൽ ഭക്ഷണാവശിഷ്ടം അടക്കം വലിച്ചെറിയുന്നതും നായ്ശല്യം കൂടാൻ കാരണമായി. ഓടിച്ചുവിട്ടാൽ ഇവ കൂട്ടമായി എത്തി ആക്രമിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർക്കും വാഹനങ്ങൾ വരുന്നവർക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. തെരുവുനായ്ക്കൾ രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് നിരന്തരം വാഹനങ്ങൾക്ക് മുന്നിൽ നായ്ക്കൾ ചാടിയിട്ട് അപകടങ്ങൾ പതിവാകുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ലൈറ്റ് പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മേഖലയിൽ മതിയായ തെരുവു വിളക്കുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. നായ്ക്കൾ കുറുകെ ചാടി അപകടങ്ങളും പതിവാണ്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് നടപടികൾ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തമാണ്. ന്യൂസ് 18 പാലക്കാട്. മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കടുത്ത വേനലിൽ വെള്ളം കിട്ടാതായതോടെ ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമായി. വേനൽ കടുത്തതോടെ നാടാകെ ജലക്ഷാമവും രൂക്ഷമായി. മൂന്നാർ ഇക്കാനഗർ മേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ശുദ്ധജലത്തിനായി ജനം നെട്ടോട്ടമോടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച പൊതുജല സ്രോതസ്സിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും മതിയായ രീതിയിൽ വെള്ളം കിട്ടുന്നില്ലെന്നാണ് പരാതി. ഒരു വീട്ടിൽ அந்த வீட்டுல எல்லாம் 5 பேர் குளிக்கணும் வைக்கணும். அது தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தா அங்கே பெரிய கிடக்கு. அப்ப இந்த தண்ணி பெரிய கிடக்கு. இதை ஒரு உதவி செய்ய வேண்டாமா? நாங்க கச்சராவுக்கு போறோமா சண்டைக்கு? இல்லைன்னா அந்த புள்ள போக முடியுமா மேல டாங்கிக்கு? இல்லைன்னா அந்த கிளவி போக முடியுமா? அந்த கிழவர் போக முடியுமா? அவங்களா போய் போட்டுக்கிட்டதாக அவங்களா பிடிச்சுக்கிட்டதாக. எங்களுக்கு தண்ணியே கிடைக்கல. அதுக்குள்ள വസതിയെ பார்த்து കൊടുங்க. പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. കുടിവെള്ളം കൃത്യമായി ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 മൂന്നാർ. വോളിബോൾ കളിക്കളങ്ങളിൽ വിസിൽ മുഴക്കി ആവേശം നിറയ്ക്കുന്ന ഒരു ഇടുക്കിക്കാരനുണ്ട്. നെടുങ്കണ്ടം ബാലഗ്രാമം സ്വദേശിയായ പനാമ തോമസ് എന്ന KT തോമസ്. 4 പതിറ്റാണ്ടിലധികമായി വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് ഇദ്ദേഹം. 42 വർഷമായി വോളിബോൾ മത്സരക്കളത്തിൽ തോമസ് ഉണ്ട്. ഫൗളുകളും ടച്ചും ക്രോസും ബ്ലോക്ക് ഔട്ടുകളും എല്ലാം നിരീക്ഷിച്ച് വിസിലടിച്ച് മത്സരം നിയന്ത്രിക്കുകയാണ് പനാമ തോമസ്. വിസിൽ മുഴക്കി കളിക്കളത്തിൽ നിറയുന്ന ഈ റഫറി കേരളത്തിലെ മിക്ക വോളിബോൾ ആരാധകർക്കും പരിചിതനാണ്. ചെറുപ്പം മുതൽ കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിലെ പള്ളി മൈതാനത്ത് നിന്നും തട്ടി തുടങ്ങിയതാണ് വോളിബോൾ. 68-ാം വയസ്സിലും തോമസിന്റെ വോളിബോൾ ആവേശത്തിന് തെല്ലും കുറവില്ല. ജീപ്പ് ഡ്രൈവറായി ജോലി നോക്കിയിരുന്ന കാലത്ത് നിരവധി ടൂർണമെന്റുകളിൽ പങ്കെടുത്തിരുന്നു. 1983-ലാണ് റഫറി ടെസ്റ്റ് പാസ്സായി കേരള വോളിബോൾ അസോസിയേഷൻ റഫറിയായി സേവനം തുടങ്ങിയത്. ഇപ്പോൾ നാഷണൽ റഫറി പാനലിംഗ് അംഗമാണ്. 85 മുതൽ ഞാൻ വോളിബോൾ റഫർ ചെയ്യാൻ തുടങ്ങി, പിള്ളേരെ പഠിപ്പിക്കാനും തുടങ്ങി. അപ്പം ഏതാണ്ട് ഒരു നിലവിൽ ഇപ്പോൾ ഒരു 8-9,000 പിള്ളേരെ ഈ സമയം കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ റഫറിംഗ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും
പോയി റെഫർ ചെയ്യുകയും ഇതുവരെ മറ്റ് കോംപ്ലിക്കേറ്റഡുള്ള വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ദൈവം സഹായിച്ച് ചെയ്യാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ചില സ്വകാര്യ സ്കൂളുകളിൽ പരിശീലനവും അവധിക്കാലത്ത് കുട്ടികൾക്ക് കോച്ചിംഗ് ക്യാമ്പുകളും നൽകുന്നുണ്ട്. ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയാണ് പനാമ തോമസ്. ന്യൂസ് 18 ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,795 രൂപ, പവന് 54,360 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോഗ്രാമിന് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം സ്പോട്ട് ലൈവ്. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.